സുരേഷ് ഗോപി ചിത്രം സെൻസർ ബോർഡ് വിലക്കി. കഴിഞ്ഞ 20-ാം തീയതി ഇത് സെൻസറിങ് പൂർത്തിയാക്കേണ്ടതായിരുന്നു. ജൂൺ 18-ന് റീജിയണൽ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകിയ ചിത്രമാണ്. സുരേഷ് ഗോപി ലീഡ് റോളിൽ അഭിനയിക്കുന്ന ഈ ചിത്രത്തിൻ്റെ ടൈറ്റിൽ മാറ്റണം എന്ന് 20-ാം തീയതി സെൻസർ ബോർഡ്, കേന്ദ്ര സെൻസർ ബോർഡ് ബോംബെയിൽ വെച്ച് അതിൻ്റെ പ്രൊഡ്യൂസറെ അറിയിച്ചു. ഈ സംഭവത്തിൽ സുരേഷ് ഗോപി ഇതുവരെ ഒന്നും കമൻറ്റ് പറഞ്ഞിട്ടില്ല. സെൻസർ ബോർഡ്, ഫിലിം സെൻസർ ബോർഡിൻ്റെ റീജിയണലായിട്ട് ആ സിനിമ കണ്ട് അതിന് സർട്ടിഫിക്കറ്റ് നൽകി. അതിനുശേഷം അത് ഫൈനൽ സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് റീജിയണലായിട്ടുള്ള അതിൻ്റെ സ്ക്രീനിങ് എല്ലാം കഴിഞ്ഞ് ബോംബെയിലെ അവിടുത്തെ സെൻസർ ബോർഡിൻ്റെ കേന്ദ്ര ഓഫീസ് അത് അംഗീകരിച്ച് റിലീസിങ് ഡേറ്റ് തരണം. 20-ാം തീയതി റിലീസ് ചെയ്യാതിരുന്നതാണ്. 18-ാം തീയതിയാണ് ഈ സർട്ടിഫിക്കറ്റ് റീജിയണൽ ബോഡിയിൽ നിന്ന് കിട്ടിയത്. 20-ാം തീയതി ബോംബെയിൽ നിന്ന് അതിൽ ലഭിക്കുകയും ചെയ്യണം. പക്ഷേ 20-ാം തീയതി റിലീസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞു അതിൻ്റെ ടൈറ്റിൽ മാറ്റണം. ജാനകി എന്ന ടൈറ്റിൽ, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് ആ സിനിമയുടെ പേര്, അല്ലെങ്കിൽ JSK, അതാണ് അതിൻ്റെ ഷോർട്ട് ഫോം. പക്ഷേ അത് റിലീസ് ചെയ്യാൻ കഴിയില്ല. ജാനകി എന്ന അതിൻ്റെ ടൈറ്റിൽ തന്നെ മാറണം. ഇപ്പം അതിൻ്റെ പ്രൊഡ്യൂസർ പറഞ്ഞിരിക്കുന്നത്, പ്രവീൺ നാരായണൻ പറഞ്ഞത്, ഇത് വളരെ അഡ്വാൻസ്ഡ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു. മാർക്കറ്റിന് വേണ്ടി ധാരാളം പണം മുടക്കി ലോകത്തെ എല്ലാ ഭാഗത്തും റിലീസ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കി കഴിഞ്ഞു. കാരണം റീജിയണൽ സെൻസർ ബോർഡ് അനുവാദം കൊടുത്തു കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുത്തതാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കേന്ദ്ര സെൻസർ ബോർഡ് ബോംബെയിൽ അതിൻ്റെ ഹെഡ് ഓഫീസ് മുടക്കാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ ജാനകി എന്ന പേര് അത് പുരാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടത് പാടില്ല. മാർക്കറ്റിങ്ങിന് വേണ്ടി ധാരാളം പൈസ പല ഭാഗത്തും ഇവർ മുടക്കി. പിന്നെ 27-ന് പടം റിലീസാണ്. ഓൺലൈൻ ടിക്കറ്റിങ് കൊടുത്തു തുടങ്ങി. അതും വലിയ പ്രശ്നമായി. രണ്ടാമത്, ഈ മാറ്റം നിർമ്മാതാവിന് തീർച്ചയായിട്ടും വലിയ നഷ്ടമുണ്ടാവും. ഇതിൻ്റെ ടൈറ്റിൽ ജാനകി എന്നുള്ള മാറ്റിയാൽ തന്നെയും അതിൻ്റെ സംഭാഷണങ്ങളിലെല്ലാം ജാനകി കയറി ഇറങ്ങി വരുന്നുണ്ട്. അതുകൊണ്ടത് റീറെക്കോർഡ് ചെയ്യേണ്ടി വരും. ഭീമമായ നഷ്ടവും ഈ ഫിലിം പ്രൊഡ്യൂസർക്കുണ്ടാവും. രണ്ടാമത്, പല ഭാഗങ്ങളും ചിലപ്പം റീഷൂട്ട് ചെയ്യേണ്ടി വരും. കാരണം ചില സ്ഥലത്ത് ആ ലൊക്കേഷൻ മാത്രമല്ല, ചില അടയാളങ്ങളൊക്കെ പതിപ്പിച്ചിട്ടുണ്ടാവും. പൊതുവേ ഈ ടൈറ്റിൽ മാറുന്നതോടുകൂടി പ്രശ്നം ഗുരുതരമാവും. സാമ്പത്തികമായ പല പ്രശ്നങ്ങളും ഉണ്ടാവും. സംഭാഷണത്തിൽ പല സ്ഥലത്തും ജാനകി കയറി ഇറങ്ങി വരുന്നുണ്ട്. അതുകൊണ്ട് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കറ്റ് ബോംബെ അത് കൃത്യമായി മാറിയില്ലെങ്കിൽ, അതിൻ്റെ ടൈറ്റിൽ മാറിയില്ലെങ്കിൽ റിലീസിങ് ഡേറ്റ് തരില്ല, സെൻസർ ബോർഡിൻ്റെ അംഗീകാരമില്ലാതെ. കേന്ദ്രമന്ത്രി സഹമന്ത്രി സുരേഷ് ഗോപിയാണ് ഇതിൻ്റെ ലീഡ് റോള് അഭിനയിക്കുന്നത്, അല്ലെങ്കിൽ അഭിനയിച്ചത്. അദ്ദേഹം ഇതേപ്പറ്റി ഒരു കമൻറ്റും പറഞ്ഞില്ല. കേന്ദ്ര ഗവൺമെൻറ് ഡയറക്ഷനായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ക്രമത്തിൽ കൂടുതൽ ഒന്നും ചെയ്യാനും പറ്റില്ല. ജാനകി എന്ന പേര് ഇതിനു മുമ്പ് നിർമ്മാതാവ് MP പത്മകുമാറും അവയാളുടെ സിനിമയിൽ ഉപയോഗിച്ചു. അത് മാറ്റണമെന്ന് കർശനമായി സെൻസർ ബോർഡ് പറഞ്ഞിരുന്നു. ഫിലിം സെൻസർ ബോർഡിൻ്റെ ഇടപെടൽ മൂലം ആ പേര് മാറ്റി എന്ന് പത്മകുമാർ പറഞ്ഞു. അതിനു പകരം അതിൻ്റെ ടൈറ്റിൽ തന്നെ ജാനകി എന്ന് കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ടൈറ്റിൽ മാറ്റി. ടോക്കൺ നമ്പർ എന്ന സിനിമ അതിൻ്റെ ടൈറ്റിൽ ഇട്ടു റിലീസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈ ജാനകി എന്ന പേര് മാറ്റുകയോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ എതിർ കഥാപാത്രം എബ്രാഹാം എന്നയാളുടെ പേര് മാറ്റുകയോ ചെയ്യണമെന്ന് കർശനമായി സെൻസർ ബോർഡ് പറഞ്ഞു എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ കേരളയുടെ ഭാരവാഹി B. ഉണ്ണികൃഷ്ണൻ ഇതിന് ഈ
ഫിലിം സെൻസർ ബോർഡിൻ്റെ നടപടി ശരിയായില്ല. കാരണം ഇതിനകത്തെ കണ്ടൻസ് അത് ഒരു എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ ഒരു ചലച്ചിത്ര നിർമ്മാതാവിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ സംവിധായകൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ വരുന്ന കാര്യങ്ങളാണ്. അത് എഴുത്ത് മേഖലയിലാണ്, ആരെയും കളിയാക്കാൻ ഉദ്ദേശിച്ച് വരുന്നതല്ല. അതുകൊണ്ട് ഇതിനെതിരായി കേസ് പോകണം എന്നാണ് ബി ഉണ്ണികൃഷ്ണൻ പറയുന്നത്, കോടതിയുടെ അനുവാദത്തോടെ പറഞ്ഞു. കാരണം നമ്മുടെ രാജ്യത്ത് ആരെയും വിമർശിക്കാനും അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യാനൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുവാദം നൽകിയിട്ടുണ്ട്. സ്വതന്ത്രമായ ഒരു എഴുത്തുകാരൻ്റെ ഭാവനയിൽ അതിനകത്തൊരു സെൻസറിങ് പാടില്ല, അതിനകത്ത് കൈകടത്താനും പാടില്ല. എഴുത്തും ലോക ചരിത്രങ്ങളും എല്ലാം അതാണ് പറയുന്നത്. അത് സ്വതന്ത്രമായ അവരുടെ വികാരമാണ്, ഒരാളുടെ പഠനത്തിൽ നിന്നുണ്ടായ കാര്യങ്ങളാണ്, അയാളുടെ ചിന്തകളാണ്. അതിലേക്ക് ഇൻ്റർഫിയർ ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണോ എഴുത്തുകാരുടെ എല്ലാവരുടെയും അല്ലെങ്കിൽ സിനിമാ നിർമ്മാതാക്കൾ അല്ലെ സംവിധായകരുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അങ്ങനെ തന്നെയാണ്. രാകേഷ് എന്ന ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറിയും ഇതേ തന്നെ അഭിപ്രായക്കാരനാണ്. ഈ സെൻസർ ബോർഡ് ഇതിൻ്റെ കണ്ടൻസിലേക്ക് ഇറങ്ങി വരുന്നത് നല്ല കാര്യമല്ല, അങ്ങനെ അതിനോട് അവകാശവുമില്ല. അത് രാജ്യദ്രോഹപരമായ ഏതെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് സെൻസർ ബോർഡ്, അല്ലെങ്കിൽ സമൂഹം അതുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടും, അല്ലെങ്കിൽ സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്ന് കരുതിയായിരിക്കണം അങ്ങനെയുള്ള വിലക്കുകൾ നിശ്ചയിക്കാനുള്ളത്. ഏതായാലും രാകേഷിൻ്റെ അഭിപ്രായത്തിലും ഇതിനെതിരായി കോടതി പോകണം എന്ന് തന്നെയാണ്. ബി ഉണ്ണികൃഷ്ണൻ രാകേഷും ഇതേ ഒരേ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. അതിനകത്ത് കാരണം ഇതിനകത്ത് എഴുത്തുകാരൻ്റെ ഭാവനയിലെ ചിന്തകളിൽ കൈകടത്തലാണ്. അതിന് സെൻസർ ബോർഡിന് അധികാരമില്ല. അല്ലാത്ത കാര്യത്തിനാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കൈകടത്തിൽ ഫിലിം സെൻസർ ബോർഡ് അനുവദിക്കാൻ പാടില്ല, ചെയ്യാൻ പാടില്ല എന്നാണ് പൊതുവായി ഇന്ത്യയിലെ ബുദ്ധിജീവികളും അതുതന്നെയല്ല ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരും, അവർ സാഹിത്യ രംഗത്തായാലും ഫിലിം രംഗത്തായാലും പ്രവർത്തിക്കുന്നവരുടെയൊക്കെ ചിന്തകൾ. അതുകൊണ്ട് കർശനമായ നടപടി കോടതി മുഖേന സെൻസർ ബോർഡിനെതിരായിട്ട് എടുക്കണം എന്നാണ്. ഇപ്പോൾ 2 പ്രൊഡ്യൂസർമാർക്ക് ഇതേ അനുഭവം വന്നു കഴിഞ്ഞിരിക്കുന്നു. അത് ജാനകി എന്ന പേര് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടൈറ്റിലാണ് ഇവിടെ ഫിലിം മേക്കർ പ്രവീൺ നാരായൺ ഉദ്ദേശിച്ചത്. 27-ാം തീയതി റിലീസ് ചെയ്താലും നടക്കില്ല. ഇതെങ്ങനെ ഇതിൽ നിന്ന് കരകയറുമെന്ന് നമുക്ക് ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. കാരണം ഈ ടൈറ്റിൽ മാറിയാൽ വളരെ എളുപ്പമാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ അതിനകത്തെ കഥാപാത്രങ്ങൾ ഈ ജാനകി എന്ന പേര് ഉച്ചരിക്കുന്നുണ്ട് പല സ്ഥലത്തും. അപ്പോൾ അത് എഡിറ്റ് ചെയ്യേണ്ടി വരും. അത് ഇനി ചിലവേറിയുടെ സംഭവമാണ്. 27-ാം തീയതി ആ പടം റിലീസാകില്ല എന്ന് തന്നെയാണ് ഇപ്പം വരുന്ന വാർത്തകൾ. അടിയന്തരമായി എന്തെങ്കിലും ഇതിനകത്ത് ചെയ്യണം. കാരണം ഭീമമായ നഷ്ടം പ്രൊഡ്യൂസർക്കും ഉണ്ടാവും. എത്രയോ കോടി രൂപ മുടക്കിയിട്ടാണ് ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും. കാരണം 18-ാം തീയതി റീജിയണൽ സെൻസർ ബോർഡ് അനുവാദം കൊടുത്തിട്ട് അദ്ദേഹം ഇവിടുന്ന് അടുത്ത ദിവസം തന്നെ ബോംബെയിലെത്തി. അവിടുത്തെ കാരണം 20-ാം തീയതിക്കകം അത് കേന്ദ്ര സെൻസർ ബോർഡിൻ്റെ അനുവാദം വാങ്ങിച്ച് 27-ാം തീയതി പടം റിലീസ് ചെയ്യാനാണ് കണക്കൂട്ടൽ. അതിന് എത്രമാത്രം പണം ചിലവാക്കിയിരിക്കുന്നു, അതിൻ്റെ കണക്കൂട്ടലനുസരിച്ച് മാർക്കറ്റിങ്ങിൽ ഒത്തിരി പണം മുടക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ പല അഡ്വാൻസ് ബുക്കിംഗ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഓൺലൈൻ ടിക്കറ്റിങ്ങും കൊടുത്തു തുടങ്ങി. അത്ര രീതിയിലെല്ലാം വന്ന ശേഷമാണ് ഇപ്പോൾ ഈ പടത്തിന് ഒരു വിലക്ക് വന്നിരിക്കുന്നത്. 27-ാം തീയതി റിലീസായില്ലെങ്കിൽ അതിഭീമമായ നഷ്ടം ഇതിൻ്റെ പ്രൊഡ്യൂസർക്ക് ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ രീതിയിലുള്ള ഇടപെടൽ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ്. കേന്ദ്രത്തിൽ ആ വിവരം ധരിപ്പിച്ച് സെൻസർ ബോർഡിൽ കൃത്യമായ ഡയറക്ഷൻ കൊടുക്കണം. ഇന്ത്യയിലെ ഒരു എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ ഒരു ഡയറക്ടറെ ഭാവനയനുസരിച്ചുള്ള അവരെ എക്സ്പ്രസ് ചെയ്യാനുള്ള അനുവാദം പൊതുവെ കൊടുക്കണം. അത് ഈ ജാതി മത ചിന്തകളോട് അല്ല ഇവരുടെ ഫിലിം നിർമ്മിക്കുന്നതും ഇവരെ റിലീസ് ചെയ്യുന്നതും അത് ഡയറക്റ്റ് ചെയ്യുന്നതും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കേന്ദ്രം ഈ കാര്യത്തിൽ അടിയന്തരമായ ശ്രദ്ധ പതിയണം.
27-ാം തീയതി പടം റിലീസ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.